ആയാലും അല്ലെങ്കിൽ സ്പോർട്സിലെ മറ്റേത് മേഖലയിലാണെങ്കിലും കഴിവുണ്ടായിട്ടും വിജയിക്കാൻ സാധിക്കാത്തതിൻ്റെ 5 കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോ ചാനലിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിവുണ്ടായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിൽ വേണ്ടത്ര വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടത്ര ഓപ്പർച്യൂണിറ്റീസ്, വേണ്ടത്ര അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് ലാക്ക് ഓഫ് റിലേഷൻഷിപ്പ്. അഥവാ നിങ്ങൾ ഏതൊരു മേഖലയിലാണോ, ഇപ്പോൾ ഫുട്ബോളിലാണെങ്കിൽ ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കോച്ചുമാർ, പ്രധാനപ്പെട്ട കളിക്കാർ, പ്രധാനപ്പെട്ട സംഘാടകർ, ഇവരുമായിട്ടൊക്കെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വെച്ച് പുലർത്തണം, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല നിലയിൽ ബന്ധമുണ്ടാക്കണം. അത്തരം ബന്ധങ്ങളിലൂടെയാണ്, അത്തരം നെറ്റ്വർക്കിങ്ങിലൂടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചാൻസസും അവസരങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവസരങ്ങൾ പലപ്പോഴും നമ്മളെ തേടിയെത്തുന്നതല്ല, ചിലപ്പോൾ നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടി വരും. സ്പോർട്സിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി രണ്ടാമത്തെ കാരണമാണ് മണി മാറ്റേഴ്സ് ഫോർ സ്പോർട്സ്മാൻ. നിങ്ങൾക്ക് വേണ്ടത്ര കാശ് കയ്യിലില്ലെങ്കിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് സെൻറ്ററുകളും ഒക്കെ നിങ്ങൾക്ക് അപ്രാപ്യമായിട്ട് വരും. നിങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണം, ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം. എനിക്കറിയാം, എൻ്റെ വീഡിയോകൾ കാണുന്നത് അധികവും ചെറിയ കുട്ടികളാണ്. ഈ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണം. അടുത്ത 6 മാസം കൊണ്ട് എൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഇത്ര കാശ് ഞാൻ സ്വരുക്കൂട്ടും. അതിന് ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും. ഓരോ മാസവും ഇത്ര കാശ് ഞാൻ മാറ്റിവെക്കുന്നു. അങ്ങനെ അടുത്ത 6 മാസത്തിനുള്ളിൽ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു നല്ല അക്കാഡമിയിൽ ചേർന്നുകൊണ്ട് ട്രെയിനിങ്ങുകൾ സ്വായത്തമാക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ള അത്തരത്തിലുള്ളൊരു പ്ലാൻ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം. അത് വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നിങ്ങൾ കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കുക. നിങ്ങൾ ഒരുപാട് കാശൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബൂട്ടുകൾക്കും ഇല്ല, ഇപ്പം നിങ്ങൾ കളിക്കുന്ന ഒരു ലെവലിൽ ചിലപ്പോൾ അത്ര നല്ലൊരു ബൂട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ 5000 6000 ഒക്കെ കൊടുത്തിട്ട് ഒരു ബൂട്ട് വാങ്ങിക്കുന്നതിന് പകരം ആ കാശ് സ്വരുക്കൂട്ടിയിട്ട് അത്രയും കൂടി ക്വാളിറ്റിയുള്ള ഒരു ട്രെയിനിങ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ കാശിന് റീസണബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ല കോച്ചുമാരുടെ കീഴിൽ പരിശീലനമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പണം സ്പെൻഡ് ചെയ്യുന്നതും പണത്തിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതുമൊക്കെ സ്പോർട്സ്മാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി മൂന്നാമത്തെ കാരണം, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളിൽ ഒരു 90% കുട്ടികളിലും കാണുന്ന ഒരു കാര്യമാണ് ലാക്ക് ഓഫ് സെൽഫ് ബിലീഫ്. സ്വയം വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് തന്നെ അതാണ്, ഒരു സ്വയം വിശ്വാസം. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. സോ ഐ വിൽ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കൽ വളരെ നിർബന്ധമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട്, നിങ്ങളൊരാളോട് ഒരു ചാൻസുമായിട്ട് ചോദിക്കാൻ പോകുമ്പോൾ അവിടെ ഷൈ ആകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഈഗോ വരേണ്ട ഒരു ആവശ്യമല്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. എനിക്ക് ആ ചാൻസ് കിട്ടിയാൽ എനിക്കവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം, അതുപോലെ തന്നെ എനിക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം, അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനം, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിൽ മുന്നേറുവാൻ സാധിക്കും. അപ്പോൾ അതൊരിക്കലും തന്നെ കൈവിടരുത്. സെൽഫ് ബിലീഫ് വളരെ പ്രധാനമാണ്. നാലാമത്തെ ഒരു കാരണമാണ് ബീങ് സറൗണ്ടഡ് ബൈ ദ ഡീമോട്ടിവേറ്റിംഗ് പീപ്പിൾ. എപ്പോഴും നെഗറ്റീവുകൾ മാത്രം പറയുന്ന ആളുകൾ, അവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടുക, അവർ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് മുന്നേറുവാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം, നമുക്ക് അവരെങ്ങനെയാകണം എന്ന് നമുക്ക് പലപ്പോഴും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ആരൊക്കെ ആവണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ ചുറ്റിലും ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. നെറ്റ്വർക്കിംഗ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെ ഫുട്ബോളിലാണെങ്കിലും സ്പോർട്സിലെ മറ്റേത് മേഖലയിലാണെങ്കിലും ഒരുപാട് സഹായിക്കും. ഇനി അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഒരു കാരണമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ലാക്ക് ഓഫ് എ സെൽഫ് ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളതാണ്. ഒരു സ്വയം ട്രെയിനിങ്ങുകൾ ചെയ്യാനുള്ള ഒരു ഷെഡ്യൂൾ അത് പലപ്പോഴും പല ആളുകളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വീക്കിലി ഒരു 3 മണിക്കൂർ അത് നിങ്ങൾ സ്വയം നിങ്ങളുടെ സെൽഫ് ട്രെയിനിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ വീക്കിലി ഫ്രണ്ട്ലി മാച്ചസിന് ശേഷം ഒരു 1 hour
ഓക്കെ, നിങ്ങളത് പിന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡി സ്ട്രെങ്തനിങ്ങും നിങ്ങളുടെ കണ്ടീഷനിങ്ങും ഒക്കെ അതിനൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ബോൾ കൺട്രോളും അതുമല്ലെങ്കിൽ ഒരു ടാക്ടിക്കൽ അനാലിസിസ്, ഒരു ഡിസ്കഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കൂട്ടത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും, ഒരു പെരുമാറ്റമായിരിക്കും, ഒരു സ്വഭാവമായിരിക്കും. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി അത് വളർത്തിയെടുക്കാൻ ഈ ഒരു സെൽഫ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കറിയാലോ, സ്പോർട്സിലാണെങ്കിലും ഒക്കെ നമ്മളുടെ ഗോൾ വളരെ വലുതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജി, ഒരു മാനസികാവസ്ഥ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം മാനസികാവസ്ഥകൾ വളർത്തിയെടുക്കാനും ഒരു ഡിസിപ്ലിൻ, അച്ചടക്കമൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനും ഈ സെൽഫ് ട്രെയിനിങ്ങുകൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ സെൽഫ് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ കൂടി നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. അത് നിങ്ങളെ തീർച്ചയായിട്ടും മുന്നേറുവാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സർക്കിളുകളിൽ ഇതൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.